പ്രിയപ്പെട്ട അച്ഛന്മാരെ, സമർപ്പിതരെ, മാതാപിതാക്കളെ, ഈശോയിൽ വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, വലിയ സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ ഈ കടത്തൂർ കരയിലെ തിരുഹൃദയ കുരിശുപള്ളി ചെറുകരപ്പാറ ആശീർവദിച്ച് ദൈവത്തിന് നമ്മൾ സമർപ്പിക്കുന്നത്. പതിറ്റാണ്ടുകളായിട്ടുള്ള നമ്മളുടെ ഓർമ്മകളുടെ ഒരു നവീകരണം കൂടിയാണിത്. ഈ സ്ഥലം മറന്നു കളയാണ്ട് കുറവലങ്ങാടിൻ്റെ ആധ്യാത്മിക ശുദ്ധിയോട് ഇതുപോലെ ചേർത്ത് നിർത്താൻ സാധിക്കുന്നത് വലിയൊരു കൃപയാണ്. വേദപാഠത്തിലൂടെ ഈശോയുടെ സ്വരം കേൾപ്പിക്കപ്പെട്ട ഒരു സ്ഥലമാണിത്. പരിശുദ്ധ കുർബാനകളും അർപ്പിക്കപ്പെട്ട സ്ഥലമായിരുന്നു. പിന്നീട് ഈ ഫോൻസ സോണിലെ 9-10 വാർഡുകളിലെ കൂട്ടായ്മയിലെ ആളുകൾ ബഹുമാനപ്പെട്ട വികാരിച്ചനോടും കൊച്ചച്ഛനോടുമെല്ലാം ചേർന്ന് വളരെ താല്പര്യപൂർവ്വം എടുത്ത ഒരു എക്ലീഷ്യൽ കാഴ്ചയുടെ ഫലമാണ് മനോഹരമായ ഈ കുരിശുപള്ളി അല്ലെങ്കിൽ കപ്പേള. ഇതൊരു കുരിശുപള്ളിയുടെ വെഞ്ചിരിപ്പ് മാത്രമല്ല, നമ്മളുടെ വിശ്വാസ പാരമ്പര്യത്തിൻ്റെയും കൂട്ടായ്മയുടെയും ഒരു റിനൈസൻസ് ആണ്, ഒരു ഉണർത്തലാണ്, ഉയിർപ്പ് എഴുന്നേൽക്കലാണ് ഈ പള്ളി എന്ന് ഞാൻ കരുതുകയാണ്. നമ്മളുടെ ഈ മഹാ ഇടവക അതിൻ്റെ എല്ലാ വിശദാംശങ്ങളോടും കൂടി നിൽക്കുമ്പോഴാണ് സഭയ്ക്ക് ആകമാനം ഐക്യവും ഏകീകരണവും കൂട്ടായ്മയും എല്ലാം ഉണ്ടാകുന്നതെന്ന് നമുക്കറിയാം. നമ്മളുടെ പ്രിയപ്പെട്ട ശ്ലീഹായുടെ, തോമാസ് ശ്ലീഹായുടെ ഈശോ അനുഭവം, ആ ശ്ലീഹായിൽ നിന്ന് കിട്ടിയ പരിശുദ്ധ സഭയുടെ അനുഭവം, കൊടുങ്ങല്ലൂര്, പ്രവലങ്ങാട്, കൊല്ലം, നിരണം തുടങ്ങിയ വലിയ കേന്ദ്രങ്ങളിലൂടെ വളർന്ന് വലുതായതാണ് സഭയുടെ ചരിത്രവും എന്ന് നമുക്കറിയാം. കുറവലങ്ങാടിന് മാത്രം അവകാശപ്പെടാൻ പറ്റുന്ന അർക്കദിയാക്കന്മാരുടെ പാരമ്പര്യവും പുണ്യ ഖബറുകളും നമുക്ക് സഭയ്ക്ക്, എല്ലാ ക്രൈസ്തവ സഭകൾക്കും ഇന്ത്യയിലേത് അഭിമാനം പകരുന്ന കാര്യമാണ്. പിന്നീട് നമുക്കറിയാവുന്നതുപോലെ കൂനൻ കുരിശ് സത്യവും സഭയിലെ പിളർപ്പുകളും നൂറ്റാണ്ടുകളിലൂടെ നമ്മൾ അനുഭവിച്ച വിദേശാധിപത്യവും എല്ലാം നിരവധി പ്രതിസന്ധികൾ നമ്മളുടെ ജീവിതത്തിൽ, സഭാജീവിതത്തിൽ ഉണ്ടാക്കി. എന്നാൽ അതിനെയെല്ലാം ഒരു വലിയ പരിധി വരെ അതിജീവിക്കാൻ ഉള്ള നേതൃത്വം കൊടുത്ത ഒരു വലിയ ഉറവിട പ്രാദേശിക സഭയാണ് ഈ ദേശത്തുള്ളത്, നമ്മളുടേത്. നമ്മളുടെ പള്ളി വീട്ടിൽ പറമ്പിൽ ചാണ്ടി മെത്രാപ്പൊലീത്തായും നിധീരിക്കൽ മണിക്കത്തനാരും നിരവധിയായ നേതാക്കന്മാര്, അൽമായരും എല്ലാം ആ കാലഘട്ടത്തിലൂടെ വളർന്ന് പിന്നീട് നമ്മുടെ അഭിനന്ദനായ മിറ്റത്താനി പിതാവും ഒക്കെ വലിയ നേതൃത്വം നമ്മളുടെ സഭയ്ക്ക്, ഇന്ത്യയിലെ സഭയ്ക്ക് നൽകിയിട്ടുണ്ട്. അതുപോലെ ഇവിടെ ആർച്ച് ബിഷപ്പ് പറഞ്ഞതുപോലെ ബഹുമാന്യനായ ഡോക്ടർ PJ തോമസ് സാറിന്റെ കോൺട്രിബ്യൂഷൻസ്, അതേ തുടർന്ന് അനേകര് ഇവിടെ സൂചിപ്പിച്ചല്ലോ, നിരവധി ഗ്രന്ഥകാരന്മാരും അൽമായ നേതാക്കന്മാരുമെല്ലാം ഇവിടെ ജനിച്ചു. പകലോമറ്റം, ശങ്കരപുരി, കള്ളി, കാളികാവ് തുടങ്ങിയ മൂല കുടുംബങ്ങളും അതിനോട് ചേർന്ന് പിന്നീട് വന്ന കുടുംബങ്ങളുമെല്ലാം അനശ്വരമായ ഒരു പൈതൃകം ഇവിടെ സ്വരുക്കൂട്ടിയിട്ടുണ്ട്.
ഒരു നൂറ്റാണ്ടിന് മുമ്പ് വേദപാഠശാലയാക്കി നമ്മൾ കണ്ട ആ ഒരു ചെറിയ സംവിധാനം ഇന്ന് മനോഹരമായ ഒരു ദേവാലയമായി ആവിയിൽ മറിയം മാണി നൽകിയ സ്ഥലത്താണ് ഈ വിശുദ്ധ സ്ഥലം ഇന്ന് വെഞ്ചരിക്കപ്പെടുന്നത്. പിന്നീട് അതേ തുടർന്ന് ആവിയിൽ ജോയി ചേട്ടനും അത്യാവശ്യമായ കാര്യങ്ങളൊക്കെ ഈ ദേവാലയത്തിന്റെ പുനർനിർമ്മിതിക്ക് നൽകിയതും വലിയ സന്തോഷം പകരുന്ന കാര്യമാണ്. കുറവലങ്ങാട് ഇവിടെ പൈതൃകം പടുത്തുയർത്തി സംരക്ഷിച്ചു, അത് കൈമാറ്റം ചെയ്യുകയും ചെയ്യുന്നു. അപ്പോഴാണല്ലോ സഭയും പാരമ്പര്യവും തിരുവചനങ്ങളും എല്ലാം വളരുന്നത്. നസ്രാണി പാരമ്പര്യത്തിന്റെ ശക്തി അത് തന്നെയാണ്. തലമുറകൾ പടുത്തുയർത്തിയ ഒരു സഭയുടെ അനുഭവം, അതിനെ സംരക്ഷിക്കാനും കൈമാറ്റം ചെയ്യാനും നമുക്ക് സാധിക്കുന്നുണ്ട്. മർത്തുമറിയത്തിന്റെ ഈ ദേശവാസികൾക്ക് നമുക്കെല്ലാമുള്ള അമ്മയോടുള്ള ആ അടുപ്പം ഇതിന്റെ ഒരു മൂല കാരണമാണ്. ഈ ദേവാലയത്തിന്റെ പുനർനിർമ്മിതിക്ക് ബഹുമാനപ്പെട്ട ആർച്ച് പ്രീസ്റ്റും കൊച്ചച്ഛൻ ചൂരക്കലച്ചനും മറ്റ് വൈദികരും എല്ലാം വളരെയേറെ ക്ലേശം അനുഭവിച്ചിട്ടുണ്ട്. ഇതുപോലെ നമ്മളൊരു അവഗണിക്കപ്പെട്ടതുപോലെയുള്ള ഒരു വീടായിട്ട് ഇത് മാറിയിരുന്നു. അതിനെ പുനരുദ്ധരിക്കാൻ വേണ്ടി കൂട്ടായ പരിശ്രമങ്ങളും സാമ്പത്തിക ശേഷിയും എല്ലാം നമുക്ക് വേണം. യോഗപ്രതിനിധികള് ബാബുച്ചേട്ടനും ജോണിച്ചേട്ടനും എല്ലാം ഇതിനു വേണ്ടി വളരെയേറെ പരിശ്രമിച്ചു. ആ പരിശ്രമത്തിന്റെ ഫലമാണ് ഈ പള്ളി. അതിമനോഹരമായ മദ്ബഹ നമ്മുടെ സഭയുടെ സ്വത്വത്തിന്റെ ഐഡന്റിറ്റിയുടെ അടിസ്ഥാന ഭാഗമായ ശ്ലിവായും അതുപോലെ ബേസ്കസാകളും ബീമായും മദ്ബഹാവിരിയും എല്ലാം ഇവിടെ ശ്രേഷ്ഠമായ രീതിയിൽ സ്വരുക്കൂട്ടിയിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ വിശുദ്ധമായ പാരമ്പര്യം സംരക്ഷിക്കുന്നതും കൈമാറ്റം ചെയ്യുന്നതും. നമ്മളുടെ ഒരു പരിശ്രമമാണ് ഈ കൈമാറ്റം ചെയ്യുന്നതിൽ ഉണ്ടാകേണ്ടത്. ഈ പള്ളി സേക്രഡ് ഹാർട്ടിന്റെ തിരുഹൃദയത്തിന്റെ കൃപയിലാണ് നിൽക്കുന്നതും ഓർമ്മിക്കപ്പെടുന്നതും. ഞാനൊരു വാക്ക് പരിശുദ്ധ ഫ്രാൻസിസ് പിതാവ് പ്രത്യേകമായിട്ട് ഈ നാടുകളിൽ തിരുഹൃദയത്തെക്കുറിച്ച് പറഞ്ഞ ഒന്ന് രണ്ട് കാര്യം കൂടി ഒന്ന് ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ. പരിശുദ്ധാവിന്റെ ഏറ്റവും നല്ല പ്രബോധനങ്ങളിലൊന്ന് ദിലെക്സിറ്റ് നോസ്, ഹി ലൗഡ് അസ്, അവൻ നമ്മളെ സ്നേഹിച്ചു എന്ന ചാക്രിക ലേഖനമാണ്. അതിനു മുമ്പും പരിശുദ്ധാവിന്റെ ലൗദാത്തോ സി, ഫ്രatelli tutti എന്നീ ചാക്രിക ലേഖനങ്ങളും ലൗദാത്തെ ദൈവം എന്ന അപ്പസ്തോലിക ലേഖനവുമൊക്കെ കീർത്തി കേട്ടത് തന്നെയാണ്. എങ്കിലും ഈ ദിലെക്സിറ്റ് നോസ് എന്ന ചാക്രിക ലേഖനത്തിൽ രാവ് തിരുഹൃദയത്തിന്റെ പ്രാധാന്യം വളരെ ശക്തമായിട്ട് എടുത്ത് കാണിക്കുകയാണ്. എന്താണ് തിരുഹൃദയം? നമുക്ക് തിരുഹൃദയത്തോടുള്ള ഭക്തി, ആദരവ്, വിശ്വാസമൊക്കെ എങ്ങനെയായിരിക്കണം എന്ന് അതിന്റെ ആമുഖഭാഗത്ത് പരിശുദ്ധ പിതാവ് ഊന്നിപ്പറയുന്നൊരു കാര്യം, ആധുനിക ടെക്നോളജിയും നമ്മൾ AI യുഗത്തിലാണ്, നിർമ്മിത ബുദ്ധിയുടെ യുഗത്തിലാണ്. ഈ സമൂഹം ഒരു
ദ്രവ സമൂഹം, ഉറപ്പില്ലാത്ത, ഒഴുകി നടക്കുന്ന ഒരു സമൂഹം എന്നാണ് പരിശുദ്ധപിതാവിനെ വിശേഷിപ്പിക്കുന്നത്. അങ്ങനെ ഒഴുകി മറിഞ്ഞ് ഇളകി നടക്കുന്ന ഒരു ലോക സമുദ്രത്തിൽ എന്തെങ്കിലും ഉറപ്പുള്ള ഒരു കാര്യം വേണമല്ലോ. ആ ഉറപ്പാണ് തിരുഹൃദയം എന്ന് പരിശുദ്ധപിതാവ് നമ്മെ പഠിപ്പിച്ചു. തിരുഹൃദയത്തിന്റെ ആത്മീയതയിലായിരിക്കണം നമ്മുടെ ഉറപ്പ്, നിലനിൽപ്പ്. എല്ലാ ഭക്തിയുടെയും ആത്യന്തികമായിട്ടുള്ള അർത്ഥം കാണേണ്ടതുണ്ട്. ഫ്രാൻസിസ് പിതാവ് അവിടെ ഊന്നൽ കൊടുത്ത് പറയുന്നുണ്ട്, ഏതെങ്കിലും ഒരു പ്രത്യേകമായ സ്വകാര്യമായ ഒരു ഭക്തി അല്ല ഇത്. തിരുഹൃദയ ഭക്തി തിരുസഭയുടെ ആധ്യാത്മികതയുടെ അടിസ്ഥാന ശിലയായിട്ട് നിർത്തേണ്ട കാര്യമാണ്. നമ്മളുടെ ചിന്തകളിലും സ്ഥാപനങ്ങളിലുമെല്ലാം സാങ്കേതിക വിദ്യകള് ക്രമാതീതമായിട്ട് വളരുമ്പോൾ ഈശോമിശിഹായുടെ ഹൃദയത്തിന്റെ മാനുഷികവും ദൈവികവുമായ ആ സ്നേഹം നമ്മൾ കണ്ടെത്തണം എന്നാണ് പറയുന്നത്. ഇപ്പോഴത്തെ പരിശുദ്ധപിതാവിന്റെ ചാക്രിക ലേഖനത്തിൽ ഈ ഭാഗം എടുക്കുകയും അതിൽ നിർബന്ധപൂർവം അതിലേക്ക് ലോകം തിരിയണം എന്ന് പഠിപ്പിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ടല്ലോ. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പായുടെയും വലിയൊരു കാഴ്ചപ്പാടായിരുന്നു തിരുഹൃദയത്തോട് നമുക്കുണ്ടായിരിക്കേണ്ട സമഗ്രമായ ഒരു കാഴ്ചപ്പാട്. തിരുഹൃദയ ഭക്തിയും അതെല്ലാം നമുക്ക് നൂറ്റാണ്ടുകളായിട്ട് കേരള സമൂഹത്തിലും ലത്തീൻ സഭയിലും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ എല്ലാം അപ്പുറത്തേക്കുള്ള വലിയ ഒരു കാഴ്ചപ്പാടാണ് ഈ ചാക്രിക ലേഖനത്തിലൂടെ, ഈ തിരുഹൃദയത്തിലൂടെ പരിശുദ്ധ പിതാക്കന്മാര് നമുക്ക് നൽകുന്നത്. നിരാശാജനകമായ വിധം ഛിന്ന ഭിന്നമാണെന്ന് തോന്നുന്ന വ്യക്തിപരമായ നമ്മുടെ ചരിത്രത്തെ ഈശോയുടെ ഹൃദയം കൊണ്ട് ഏകീകരിക്കാനും യോജിപ്പിക്കാനും നമുക്ക് കഴിയണം. യൂണിഫൈയിങ് ആൻഡ് ഹാർമോണൈസിങ് അവർ പീപ്പിൾ, അവർ ഹിസ്റ്ററി ആൻഡ് അവേഴ്സെൽസ്. നമ്മെ തന്നെയും നമ്മുടെ ചരിത്രത്തെയും നമ്മുടെ ലോകത്തെയും നമുക്ക് ഹാർമോണിയസ് ആയിട്ട് നിർത്താൻ സാധിക്കണം. തിരുഹൃദയം പാപ്പ പറയുകയാണ്, എ പ്ലേസ് എവറിത്തിങ് ക്യാൻ മേക്ക് സെൻസ്. എല്ലാ കാര്യങ്ങൾക്കും ഒരു അർത്ഥം നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈശോയുടെ തിരു ഹൃദയത്തിലാണ്. ആ ഹൃദയത്തിന് കാഴ്ചയുണ്ട്. അമ്മച്ചിമാരെ കുറിച്ചുള്ള നമ്മുടെ നാട്ടിലെ ഒരു പഴഞ്ചൊല്ലതാണല്ലോ, കണ്ണെത്താത്തടുത്ത്, അപ്പന്റെ കണ്ണെത്താത്തടുത്ത് ഹൃദയം എത്തിക്കുന്ന ഒരാളുണ്ട്, അതാണ് അമ്മ. അതാണ് ഹൃദയത്തിന്റെ പ്രാധാന്യവും. ഹൃദയം എല്ലായിടത്തും എത്താൻ പര്യാപ്തമായ ഒരു കാര്യമാണ്. പണ്ഡിതനായ ബ്ലെയ്സ് പസ്കാൽ എഴുതിയല്ലോ, the heart has its own reason which the reason does not understand. ഹൃദയത്തിനൊരു കാരണമുണ്ട്, ഒരു റീസൺ ഉണ്ട്. ആ റീസൺ എന്ന ആ ഫിലോസഫിക്ക് മനസ്സിലാക്കാൻ ചിലപ്പോൾ പറ്റിയെന്നിരിക്കുകയാണ്. അതിനപ്പുറത്തേക്ക് എല്ലാം ഹൃദയ കണ്ണുകൊണ്ട് ബെനഡിക്ട് പരിശുദ്ധ പിതാവ് ആവർത്തിച്ച ഒരു എക്സ്പ്രഷനാണ് കോർ കും വിസും. കാഴ്ചയുള്ള ഒരു ഹൃദയം, കോർ ഹൃദയം, കും വിസും, കാഴ്ചപ്പാടോടുകൂടിയ വെളിച്ചമുള്ള ഒരു ഹൃദയം. അതാണ് തിരുഹൃദയം എന്ന് തുടർച്ചയായിട്ട് നമ്മുടെ പരിശുദ്ധ പിതാക്കന്മാര് പഠിപ്പിക്കുന്ന ആ കാര്യം. ഇവിടെ നമുക്ക് ഈ ഒരു ഉയർത്തെഴുന്നേൽപ്പിലൂടെ
കൊണ്ടുവരാൻ സാധിച്ചത് വിലപ്പെട്ട കാര്യമാണ്. അനുരഞ്ജനവും സമാധാനവും ഹൃദയത്തിൽ നിന്നാണ്. ഹൃദയത്തിൽ നിന്ന് വന്നാലേ നിലനിൽക്കുന്ന സമാധാനം ഉണ്ടാവുകയുള്ളൂ. ഈ ചാക്രിക ലേഖനത്തിന്റെ 89-ാം ഖണ്ഡികയില് പരിശുദ്ധ പിതാവ് അതിമനോഹരമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. Pope calls for a renewal of authentic devotion to the Sacred Heart. തിരുഹൃദയത്തോടുള്ള ആഴമായ ഒഥന്റിക് ആയിട്ടുള്ള ഒരു ഭക്തി പരിശുദ്ധ പിതാവ് കൊണ്ടുവന്നിരിക്കുകയാണ്. എങ്ങനെയാണ്? Recalling that in the heart of Christ we find the entire gospel. ഇത്ര മനോഹരമായ ഒരു പദപ്രയോഗമാണ്. ഈശോയുടെ ഹൃദയമാണ് 4 സുവിശേഷങ്ങളിലുമുള്ളത്. 4 സുവിശേഷങ്ങളെയും കൂട്ടി യോജിപ്പിക്കുന്നത് ഈശോയുടെ തിരുഹൃദയം മാത്രമാണ്. അതിനപ്പുറത്തേക്ക് സുവിശേഷങ്ങളെക്കുറിച്ചും തിരുഹൃദയത്തെക്കുറിച്ചും എന്തെങ്കിലും ആർക്കെങ്കിലും പറയാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നില്ല. വീണ്ടും അത് 83-88 പാരഗ്രാഫിൽ The Sacred Heart of Jesus is a synthesis of the Gospel. സുവിശേഷങ്ങളുടെ സാര സംഗ്രഹമാണ് തിരുഹൃദയം. Devotion to Sacred Heart is not the worship of a single organ. ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഗത്തോടുള്ള നമ്മളുടെ ഒരു ഡിവോഷൻ അല്ല. Apart from the person of Jesus, because we adore the whole Jesus Christ, the Son of God, made man, represented in the image that Christ, image that accentuates his heart. അവന്റെ ഹൃദയത്തിലേക്ക് എല്ലാം ഒഴുകിയെത്തുന്ന ഒരു സമീപനമാണ് ഈ തിരുഹൃദയത്തിലൂടെ നമ്മൾ കാണുന്നത്. Devotion to the Sacred Heart is a return to the synthesis of the Gospels. സുവിശേഷങ്ങൾ എങ്ങനെ വന്നെന്നും സുവിശേഷങ്ങളുടെ അർത്ഥം എന്താണെന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് തിരുഹൃദയം വഴിയാണ്. അല്ലെങ്കിൽ തിരുഹൃദയത്തിന്റെ ഭക്തി എന്താണെന്ന് നമ്മൾ ആധികാരികമായിട്ട് പഠിക്കാൻ നോക്കുമ്പോൾ 4 സുവിശേഷങ്ങളും വായിച്ചു പഠിക്കുക എന്നത് മാത്രമാണ്. വലിയ ഒരു റിന്യൂവലാണ്, ഹാർമോണൈസിംഗ് ആണ് ഈ ചാക്രിക ലേഖനത്തിലൂടെ പരിശുദ്ധ പിതാവ് കൊണ്ടുവന്നത്. അപ്പോഴാണ് നമുക്ക് ഹൃദയത്തോട് സംസാരിക്കുന്നത് പോലെ അനുഭവപ്പെടുന്നത്. കാരണം ന്യൂമാന്റെ ഒക്കെ വലിയ പ്രയോഗശൈലി അതാണല്ലോ. കോർ ആദു കോർ ലൊക്കിറ്റോർ. ഹൃദയത്തോട് സംസാരിക്കുകയാണ്. ഭാര്യ ഭർത്താവിനോട് സംസാരിക്കുമ്പോൾ അങ്ങനെയാണല്ലോ. മക്കൾ മാതാപിതാക്കളോട് സംസാരിക്കുമ്പോൾ അങ്ങനെയാണല്ലോ. ഒരു വൈദികൻ സഭയിലെ വിശ്വാസികളോട് സംസാരിക്കുമ്പോൾ അങ്ങനെയാണല്ലോ. മെത്രാൻ വൈദികരോട് സംസാരിക്കുമ്പോൾ അങ്ങനെയാണല്ലോ. ഹൃദയത്തോട് സംസാരിക്കുകയാണ്. അങ്ങനെ സുവിശേഷങ്ങളുടെ സാരസംഗ്രഹമായ സീക്രട്ട് ഹാർട്ടിനെ പരിശുദ്ധ പിതാക്കന്മാര് ഈ നാളുകളിൽ നമ്മളുടെ സഭയിൽ പുനർവ്യാഖ്യാനിച്ച് അതിൻ്റെ ആധികാരികത ഈശോയാണ്, ഈശോ എന്ന വ്യക്തിയാണ്, ഈശോയുടെ സുവിശേഷങ്ങളാണ്, അതിന് മാത്രമേ ഒഴുകി മറിഞ്ഞു നടക്കുന്ന ഈ ആധുനിക ലോകത്തെ യോജിപ്പിക്കാനും സമാധാനത്തിൽ കൊണ്ടുവരാനും സാധിക്കുകയുള്ളൂ എന്ന് പഠിപ്പിച്ചു. യോഹന്നാന്റെ സുവിശേഷം ഞാൻ അവസാനിപ്പിക്കുകയാണ്. പാർശ്വം പിളർക്കപ്പെട്ട കർത്താവിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ടല്ലോ. അതൊക്കെ യോഹന്നാന് മാത്രം കാണാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പത്രോസും യോഹന്നാനും കൂടി ഓടി കല്ലറയെങ്കിലെത്തി. അവരിറങ്ങി. പക്ഷെ യോഹന്നാന് ഇറങ്ങിയപ്പോൾ എന്താണ് പറയുന്നത്?
ഈശോയെ പൊതിഞ്ഞ വസ്ത്രം മടക്കി കല്ലറയ്ക്കുള്ളിൽ വെച്ചിട്ടുണ്ട്. അവനത് കണ്ടു, അവൻ വിശ്വസിച്ചു. ഈശോയുടെ ഉത്ഥാനം ഈ തൂവാല കണ്ടപ്പോൾ അവൻ വിശ്വസിച്ചു. ഈശോ ഉത്ഥാനം ചെയ്തുകൊണ്ട് ഈ കുരിശിലും യോഹന്നാൻ കണ്ട കാഴ്ച നമ്മള് ഈശോ ഇതുപോലെ വേദന അനുഭവിക്കുമ്പോൾ അതിന്റെ പരിസരത്ത് പോലും കാണുകയല്ല. എല്ലാവരും ഓടിയാകുന്നു. വേദപണ്ഡിതന്മാർ പറയാറുണ്ട്, ഈശോ ഒരു സിനഡ് കൊണ്ടു നടന്നിരുന്നു, 12 പേരുടെ 10 സ്ത്രീകളുടെ. ആ സിനഡിൽ എന്താണോ സംസാരിക്കേണ്ടത്, ആ സഹനം അതിന്റെ സമയമായപ്പോൾ സിനഡ് പൊട്ടിത്തകർന്നു. സ്ഥലം വിട്ടു. എല്ലാവരും ഒരു പാട്ടിന് പോയി. അവർ തള്ളിപ്പറഞ്ഞു, ഉറങ്ങിപ്പോയി. അവരിതൊന്നും കണ്ടില്ല. പക്ഷെ യോഹന്നാനും പരിശുദ്ധ അമ്മയും ഏതാനും 10 സ്ത്രീകളും ആ സിനഡൽ സ്ട്രക്ചറിൽ, കുരിശ് എന്ന ആ സിനഡിൽ അവര് കൂട്ടിയോജിപ്പിക്കപ്പെട്ടു. അങ്ങനെ നിന്ന യോഹന്നാനാണ് ഈ കാഴ്ച കണ്ടത്. നമ്മൾ ആരെങ്കിലും ഇവിടെ നിന്നിരുന്നെങ്കിൽ നമ്മൾ പറയുമായിരുന്നു, കുത്തുകൊണ്ടു ചോര ഒഴുകി. അത്രയേ ഉള്ളൂ. അത് നമ്മൾ കാണുന്നില്ലല്ലോ, കണ്ടാലും അത്രയേ ഉള്ളൂ. യോഹന്നാന്റെ ആ കാഴ്ചയെ കോർപ്പും വീശും ഹൃദയം കൊണ്ടുള്ള കാഴ്ചയാണ്. അതിൽ രക്തവും വെള്ളവും ഉണ്ടായിരുന്നു. എന്തൊരു കാഴ്ചയാണത്! ചോരയുണ്ടായിരുന്നു എന്ന് മാത്രം പറഞ്ഞാൽ പോരെ, ജലവും ഉണ്ടായിരുന്നു. അതാണ് പിന്നീട് പൗരസ്ത്യ സഭയുടെ രാക്കന്മാരെല്ലാം ഈ ഹൃദയത്തിൽ നിന്ന് ഒഴുകിയ മാമോദീസായും പരിശുദ്ധ കുർബാനയും എന്ന അടിസ്ഥാന ഉദാശകളിലേക്ക് വരുന്നത്. ഹൃദയത്തിൽ നിന്നാണ് കുർബാന, മാമോദീസ. വിശുദ്ധ കുർബാനയ്ക്ക് ഉള്ളിലാണ് ഈശോയുടെ സ്ലീവ എന്ന് സഭയുടെ പിതാക്കന്മാര് പഠിപ്പിക്കുന്നതിന്റെ പൊരുളും അതാണ്. ആ കുർബാനയിൽ നിന്ന് വിട്ടുമാറി ഒരു സ്ലീവ ഇല്ല, കുർബാന തന്നെയാണ്. അങ്ങനെയുള്ള വലിയ കാഴ്ചപ്പാടുകള് അകക്കണ്ണുകൊണ്ട് കണ്ട് സുവിശേഷത്തിൽ അദ്ദേഹം തന്നെ അത് രേഖപ്പെടുത്തിയ അതിവിശിഷ്ടമായ ആ കാഴ്ചയാണ് തിരുഹൃദയത്തിന്റെ കാഴ്ച. തിരുഹൃദയത്തെ പറ്റി നമുക്കുണ്ടാകേണ്ട കാഴ്ച. അങ്ങനെ നമുക്ക് കർത്താവ് ഈ നാളുകളില് വലിയൊരു ബലം ഇവിടെ ഈ സേക്രഡ് ഹാർട്ട് കപ്പേള ഇതുപോലെ പുനരുദ്ധരിക്കപ്പെട്ട് നമുക്ക് നൽകുകയാണ്. ഇതൊരു നല്ല ഒരു കാഴ്ചപ്പാട് ഈ ദേശവാസികൾക്ക്, നമ്മുടെ സഭയ്ക്ക് ഇത് നൽകും. ഇത് വലിയൊരു ട്യൂട്ടോറിയലാണ്. ഈശോയുടെ തിരുഹൃദയം, 4 സുവിശേഷങ്ങള്, പാർശ്വം പിളർക്കപ്പെട്ടപ്പോൾ ഒഴുകിയ വെള്ളവും രക്തവും ഉദാശകള്, അതാണ് വേദപാഠ ക്ലാസ്. ആ ക്ലാസ്സിലാണ് നമ്മൾ ഇരിക്കേണ്ടത്. നിരന്തരമായിട്ട് നമ്മളിത് പറയണം. നമ്മുടെ സന്ധികളിൽ നമ്മളിത് സംസാരിക്കാതിരിക്കുമ്പോൾ, സുവിശേഷം വായിക്കാതിരിക്കുമ്പോൾ, പൊന്ത ചെല്ലാതിരിക്കുമ്പോൾ നമ്മുടെ വീട് ഊമയാവുകയാണ്, പൊട്ടിപ്പണിന്റെ കണക്കാവുകയാണ്. ഇത് നമ്മൾ പറയണം. ഇത് പറയുമ്പോഴാണ് അവിടെ ഈശോയുടെ സ്വരം നമ്മുടെ കുഞ്ഞുങ്ങൾ കേൾക്കുന്നത്, നമുക്കും അത് അനുഭവപ്പെടുന്നത്. സഭയെ ഊമയാക്കാതിരിക്കാൻ ഈ തിരുഹൃദയ ദേവാലയം ജ്വലിച്ചു നിൽക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. നിങ്ങളിത് സംസാര വിഷയമാക്കണം. 10,3400 വീട്ടുകാരുള്ള ഈ മഹാ ഇടവകയില് ഇത് വർത്തമാന വിഷയമാക്കണം. ഈ പള്ളിയും ഇതിന്റെ പുനരുത്ഥാനവും ഇതിന് ഈ സ്ഥലവും ഇതെല്ലാം നൽകിയ ആവിയിൽ കുടുംബക്കാരും ഒക്കെ നമ്മുടെ വർത്തമാന വിഷയം ആകുമ്പോഴാണ് അത് ആത്മീയതയായിട്ട് പരിവർത്തനം ചെയ്യപ്പെടുന്നത്. അങ്ങനെയുള്ള വലിയൊരു അവസരമായിട്ട് നമുക്കിതിനെ എടുക്കാം. നിരന്തരം നമ്മുടെ വീടുകളിൽ സുവിശേഷം വായിക്കപ്പെടണം. നിരന്തരം എല്ലാ സന്ധ്യകളിലും കുഞ്ഞുങ്ങളെ കൊണ്ട് ഉച്ചത്തിൽ സുവിശേഷങ്ങൾ വായിപ്പിക്കുകയും എല്ലാവരും അത് കേൾക്കുകയും ചെയ്യണം. ഈശോയാണ് അത് സംസാരിക്കുന്നത്. കർത്താവ് നമ്മളോട് നേരിട്ട് സംസാരിക്കുകയാണ്. അതിനുള്ള വലിയ അനുഗ്രഹം മർത്തുമറിയത്തിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. ഇതിനുവേണ്ടി വലിയ താല്പര്യമെടുത്ത് ഇതിന്റെ എല്ലാ കാര്യങ്ങളിലും
തൻ്റെതായ അഗാധമായ ചരിത്രബോധവും പാണ്ഡിത്യവും ആത്മീയതയും വഴി മെനയപ്പെട്ടത് വിയാരിച്ചൻ്റെ ഒരു വലിയ ഹൃദയമാണ്. ആർച്ച് പ്രീസ്റ്റിന്റെ പാണ്ഡിത്യം, അദ്ദേഹത്തിന്റെ ആത്മീയത, നമുക്ക് വലിയ ചലനങ്ങൾ ഈ മഹാ ഇടവകയിൽ, അതുവഴി നമ്മളുടെ സഭാകേന്ദ്രത്തിൽ കാക്കനാടും ഒക്കെ ആയിട്ട് ഏറ്റവും ആദ്യം ഔദ്യോഗികമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇടവക ഇതാണ്. ആ ഒരു വലിയ ബന്ധം സിനഡ് ആദരവോടെയാണ് കാണുന്നത്. പിന്നീട് എത്രയോ രൂപതകൾ അത്തരം ബന്ധങ്ങളിലേക്ക് കടന്നു വന്നു. അതാണ് നമ്മൾ ഒരു വിശിഷ്ടമായ പാരമ്പര്യം കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ അത് സ്വീകരിക്കപ്പെടുന്ന വഴികൾ എല്ലാ രൂപതകളും തന്നെ അത് കണ്ടെത്തി. അവിടെയെല്ലാം നമുക്ക് മുമ്പിൽ നിൽക്കാൻ സാധിച്ചത് നമുക്ക് എന്തെങ്കിലും പറയാനും കൊടുക്കാനും ഉള്ളത് കൊണ്ടാണ്. ഈ മഹാ ഇടവകയ്ക്ക് അത് ഉള്ളത് കൊണ്ടാണ്. അതിന് ഏറ്റവും അനുയോജ്യനായ ആർച്ച് പ്രീസ്റ്റ് പ്രിയപ്പെട്ട തോമാച്ചനെ, ചെറിയച്ഛനെ ഞാൻ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. ഹൃദയപൂർവ്വമാണ് അദ്ദേഹം സംസാരിച്ചതെല്ലാം. ഹാർട്ട് എന്ന വാക്ക് തന്നെ അച്ഛൻ പലതവണ അദ്ദേഹത്തിന്റെ ആമുഖ വാക്കുകളിലൂടെ പറഞ്ഞു. അതുപോലെ പ്രിയപ്പെട്ട ചുരക്കലച്ഛൻ വളരെയധികം സമയവും ഒപ്പം കാഴ്ചപ്പാടുകളും അധ്വാനവും എല്ലാം ഇതിന്റെ പിന്നിൽ നടത്തിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ മറ്റ് അച്ഛന്മാരെല്ലാം അവരുടെ വലിയൊരു സാന്നിധ്യം, ഒരു ചെറിയ പ്രസ്ബിറ്റേറിയമാണല്ലോ നമ്മുടെ ഈ ഇടവകയില് പള്ളിമുറിയിൽ എപ്പോഴുമുള്ള ഒരു പ്രസ്ബിറ്റേറിയമാണ്. അനേകം വൈദികര് ഒന്നിച്ച് താമസിച്ച് ഈ ഇടവകയ്ക്കും നമ്മുടെ രൂപതയ്ക്കും നമ്മുടെ സഭയ്ക്കും വേണ്ടി ശുശ്രൂഷ ചെയ്യുമ്പോൾ ആ ചിന്തയും നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. അങ്ങനെ അവരുടെ അധ്വാനത്തിന്റെ ഫലമായിട്ട് നിങ്ങളും ഈ സഭയുടെ തുടർച്ചയിൽ, അതിന്റെ വളർച്ചയിൽ മികവോടെ നിൽക്കുന്ന ഒരു പ്രാദേശിക രൂപമാണ് ഇവിടെയുള്ള ഈ കുരിശുപള്ളിയും അല്ലെങ്കിൽ ഈ പ്രദേശവും എല്ലാം.